നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ പുതിയ മോഡലായ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായ Y1s എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ റിവ്യൂവുമാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ തൊട്ട് മുൻപത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിനി ചാനലിനകത്ത് ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് ഫോണുകളുടെ, അതായത് 10,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാൻ പറ്റുന്ന ഫോണുകളുടെ അൺബോക്സിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വില കുറഞ്ഞ നല്ല ഫോണുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഡയറക്റ്റായിട്ട് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Vivo Y1s എന്ന് പറയുന്ന മോഡലിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. തൊട്ട് മുൻപിറങ്ങിയ Vivo Y91i എന്ന ഫോണിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്കാണ് ഈ ഒരു ഫോൺ പുറത്തിറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം. ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വിവോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ജിയോൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഓഫറിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതൊരു ക്യാഷ് ബാക്ക് ഓഫറാണ്. പിന്നെ ഇവിടെ മുകളിലായിട്ട് Vivo Y1s എന്ന ഫോണിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. അത് ഒറ്റ നോട്ടത്തിൽ വിവോയുടെ Y20 സീരീസുമായി ബന്ധപ്പെട്ട ഒരു സെയിം ബോക്സ് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്തും കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ച് നോക്കാം. അതായത് ഒരു 6.22 ഇഞ്ചിൻ്റെ ഒരു HD ഡിസ്പ്ലേ ആണ് ഈ ഫോണിനകത്ത് വരുന്നത്. അതുപോലെ 4030 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി. പിന്നെ ഇതൊരു ആൻഡ്രോയിഡ് 10 പ്രവർത്തിക്കുന്ന മൊബൈലാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം വിവോയുടെ എല്ലാ ഫോണുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഫോണുകളാണ്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഇവിടെ IMEI നമ്പർ കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ കളറ്. നമ്മൾ ഇന്ന് ഇവിടെ അൺബോക്സ് ചെയ്യുന്നത് ഈ ഒരു ഫോണിൻ്റെ ബ്ലൂ കളറാണ്. നമുക്കിതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ കൂടി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ ആക്സസറീസ് കിട്ടുന്നുണ്ട്, അതുപോലെ സാർ വാല്യൂ കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സും എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ നോട്ടത്തിൽ വിവോയുടെ Y20 സീരീസുമായി ബന്ധപ്പെട്ട സെയിം ബോക്സ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫോൺ പൊട്ടിച്ച് നോക്കാം. ഈ ഒരു ഫോൺ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഷോപ്പുകൾക്കകത്തൊക്കെ, പ്രത്യേകിച്ച് കേരള മാർക്കറ്റിനകത്ത് ഇപ്പോൾ നല്ല രീതിയിൽ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് Y1s എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഇത്തരത്തിലുള്ള മെയിൻ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിവോയുടെ എല്ലാ ഫോണുകളും അകത്തും കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു ബോക്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ബോക്സിനകത്തായിരിക്കും ആ ഒരു ബാക്ക് കേസും അതുപോലെ വാറൻറ്റി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഒരു ബാക്ക് കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ബ്രാൻഡുകളും ബാക്ക് കേസ് പോയിട്ട് ഒരു സ്ക്രീൻ സ്റ്റിക്കർ പോലും ഒട്ടിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിലാണ് Vivo Y1s എന്ന മോഡലിൻ്റെ കൂടെ നമുക്കൊരു ബാക്ക് കേസ് കിട്ടുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള, നല്ല കട്ടിയുള്ള, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങി കഴിഞ്ഞാലും നമുക്ക് വേറെ ആക്സസറീസിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് വാറൻറ്റി പേപ്പേഴ്സ് കാര്യങ്ങൾ, പിന്നെ യൂസർ മാനുവൽ, പിന്നെ IMEI നമ്പറിൻ്റെ സ്റ്റിക്കർ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ഒരു ഫോൺ ഓപ്പൺ ആക്കി നോക്കാം. അതിന് മുൻപ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ ആക്സസറീസ് ആണ് കിട്ടുന്നത് എന്ന കാര്യം നോക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ ഷീറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു സിം എജക്റ്റിംഗ് ടൂള് കിട്ടുന്നുണ്ട്. സിം എടുക്കാനും അതുപോലെ അടയ്ക്കാനുള്ളൊരു ടൂളാണത്. പിന്നെ ഒരു ചാർജർ കൊടുക്കുന്നുണ്ട്. ഇത് കമ്പനി പറയുന്നത് ഒരു ഫാസ്റ്റ് ചാർജർ ആണെന്ന് പറയുന്നുണ്ട്. എന്നാലും എത്ര വാട്ടാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും ഒരു നല്ലൊരു കുറച്ച് വലിപ്പമുള്ള ഒരു ചാർജർ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതൊരു ടൈപ്പ് C കേബിളല്ല, ഒരു മൈക്രോ USB ചാർജിങ് കേബിളാണ് വരുന്നത്. അപ്പോൾ ഈ 4 ആക്സസറീസാണ് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആക്സസറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ Vivo Y91i എന്ന ഫോണിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്ക് വന്നൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഡിസൈൻ വൈസ് ഏകദേശം കുറച്ച് സെയിം ആണെങ്കിലും ഇതിനകത്ത് വരുന്ന സോഫ്റ്റ്വെയർ, അതുപോലെ ബാക്കി യൂസർ ഇൻ്റർഫേസ്, പല കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോൺ അത്യാവശ്യം സൈസ് ഉണ്ട്, നല്ല ഒരു കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് ഒരു ഫോൺ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഓൾറെഡി ഒരു കമ്പനി ഒരു സ്ക്രീൻ സ്റ്റിക്കർ ഒട്ടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു സ്ക്രീൻ ഗ്ലാസ് ഒട്ടിക്കേണ്ട ഒരു ആവശ്യം തൽക്കാലം വരുന്നില്ല. പിന്നെ ഒരു ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു സ്ക്രാച്ചുകളോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഴ്ചകളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പരിക്ക് പറ്റാതെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കളർ എടുക്കാൻ കാരണം എനിക്ക് പേഴ്സണലി ഇത്തരം കളറോട് ഭയങ്കര താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ കൂടി അവൈലബിൾ ആണ്. ഇതൊരു ഡബിൾ ഷെയ്ഡ് കളറാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 13 മെഗാപിക്സൽ ഒരു മെയിൻ റെയർ ക്യാമറ, സിംഗിൾ ക്യാമറയാണ് വരുന്നത്. തൊട്ട് താഴെയായിട്ട് ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നടുക്കിലായിട്ടൊരു വിവോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫോണിൻ്റെ സൈഡുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരികുകളൊക്കെ ഒരു എഡ്ജ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെ സിമ്പിളാണ്. പിന്നെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും അതുപോലെ ഓൺ ഓഫ് സ്വിച്ചുമാണ് ഈ ഒരു ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്.
അത്യാവശ്യം നമ്മൾ സാധാരണ വിവോയുടെ ഫോണിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഈ ഫോൺ വളരെ സ്ലിമ്മാണ് കേട്ടോ, വളരെ സ്ലിമ്മാണ്. തീരെ ഒരു ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ വളരെ സ്ലിമ്മാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. പിന്നെ താഴെ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു 3.5mm ഓഡിയോ ജാക്ക് കാണാം, അതുപോലെ ഒരു മൈക്രോഫോണിൻ്റെ ഒരു ഹോൾ കാണാം, പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കും, പിന്നെ റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കറിൻ്റെ ഗ്രില്ല് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾക്കൊക്കെ നമ്മൾ ഡിസൈനിനെ കുറിച്ച് വേണ്ടതില്ല എന്നുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. നമുക്ക് എന്തായാലും ഈ ഫോൺ ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മൊബൈൽ ഫസ്റ്റ് ടൈമാണ് ഓണാക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സെറ്റിങ്സും അതുപോലെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ചടങ്ങുകളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ, റിപ്പയർ വീഡിയോകൾ, സർവീസ് വീഡിയോകൾ, അങ്ങനെ ഒരുപാട് വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അതൊക്കെ കൂടി കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമ്മുടെ വിവോ Y1s എന്ന് പറഞ്ഞ മോഡൽ ഓൺ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതെനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഈ ഫോണിൻ്റെ വാൾപേപ്പറാണ്. നമ്മൾ സാധാരണ വിവോയുടെ ഫോണുകളൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ കുറച്ച് ഡള്ളായിട്ട് വാൾപേപ്പറാണ് കാണാൻ സാധിക്കുക. എന്നാൽ ഇതിനകത്ത് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു വാൾപേപ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വളരെ ബ്രൈറ്റ്നെസ് ആണ്, നല്ല കളർഫുള്ളാണ്. ഒരു HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. തൊട്ട് മുൻപിറങ്ങിയ Y91i എന്ന മോഡലുമായിട്ട് വളരെയേറെ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ്. നല്ലൊരു ബ്രൈറ്റ്നെസ്സോട് കൂടിയ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഐക്കണുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. നമുക്കിതൊരു FunTouchOS 10.5 വർക്ക് ചെയ്യുന്ന മോഡലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ അരികുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ബെസ്ലെസ് ആയിട്ട് ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒരു 5 MP ആണ്. അത് ഈ ഒരു ഫോണിൻ്റെ സെൻറ്റർ ഭാഗത്ത് മുകളിലായിട്ട് ഒരു ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആയിട്ടാണ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഐക്കണുകളൊക്കെ നോക്കി കഴിഞ്ഞാലും നല്ല രീതിയിൽ അത്യാവശ്യം വളരെ വലുപ്പമുള്ള രീതിയിൽ ഐക്കണുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുൻപ് അൺബോക്സ് ചെയ്ത വിവോയുടെ Y20 അതുപോലെ Y31 സീരീസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ഐക്കണുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി മാത്രമുള്ള ഫോണായിട്ട് നിങ്ങൾ കാണരുത്. നമുക്ക് ഒരു സെക്കൻഡറി ഫോണായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാം. ഒരു നല്ലൊരു നോർമൽ യൂസിങ്ങിന് പറ്റിയ ഒരു മൊബൈൽ തന്നെയാണ് Y1s എന്ന് പറയുന്നത്. കാരണം ഓഫ്ലൈനായിട്ട് നമ്മൾ ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് Y1s എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സിസ്റ്റം മാനേജ്മെൻറ്റിനകത്ത് അബൌട്ട് ഫോണകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും FunTouchOS ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അത് FunTouchOS 10.5 വർക്ക് ചെയ്യുന്നത്. അതുപോലെ 2GB RAM 32GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ 3GB RAM 32GB സ്റ്റോറേജുള്ള മറ്റൊരു വേരിയൻറ്റ് കൂടി അവൈലബിൾ ആണ്. പക്ഷേ അതുമായിട്ട് ഒരുപാട് വ്യത്യാസം ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ IMEI നമ്പർ കാര്യങ്ങൾ, പിന്നെ ഈ ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ Helio P35 എന്നൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കാര്യങ്ങളായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നോക്കാം. ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് ഫോണല്ല എന്നിരുന്നാൽ കൂടി നമുക്ക് നോർമലായിട്ടൊരു ക്യാമറ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ക്യാമറയുടെ ഐക്കൺ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ, മുൻകൂട്ടി എടുത്ത് വെച്ച ഫോട്ടോ എന്നല്ല, നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോ ആണ്. അതായത് ഒരു ലോ ലൈറ്റിനകത്ത് അല്ലെങ്കിൽ വീടിനകത്ത് നമുക്ക് എത്രത്തോളം ക്വാളിറ്റി നമുക്ക് ഒരു ഫോട്ടോയ്ക്കകത്ത് കിട്ടുന്നുണ്ട് എന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ലൈവായിട്ട് എടുത്ത ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. 13 MP ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്തരത്തിൽ എഴുത്തുകളൊക്കെ സൂം ചെയ്ത് കാണിക്കാൻ കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് നോട്ടുകളൊക്കെ കുട്ടികൾക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഇത്തരത്തിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഫോക്കസിംഗ് ഒക്കെ നല്ല രീതിയിൽ ഫോക്കസ് ആവുന്നുണ്ട്. അപ്പോൾ ബാക്ക് ക്യാമറ 13 MP ആണെങ്കിൽ കൂടി അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് ക്യാമറ നമുക്ക് ഈ ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ബാക്ക് ക്യാമറ കൂടെ തന്നെ നമുക്കൊരു ബൊക്കെ മോഡ് എന്നൊരു എഫക്റ്റ് കൂടി വരുന്നുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി ഓരോ ഒബ്ജക്റ്റിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മോഡാണ് ബൊക്കെ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ക്യാമറ വെച്ചുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ ഒരു ബൊക്കെ മോഡ് കൂടി ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ബാക്ക് ക്യാമറ റിയർ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ബ്യൂട്ടി മോഡ് വരുന്നുണ്ട്, അതുപോലെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത്
ഡോക്യുമെൻ്റ് മോഡ് വരുന്നുണ്ട്. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ്, അത് ടൈം ലാപ്സ് പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇതിനകത്ത് ടൈം ലാപ്സിനകത്ത് വേറെ ഒരുപാട് അഡീഷണൽ ആയിട്ട് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് 480x 960x അതുപോലെ 240x അങ്ങനെ ഒരുപാട് മോഡുകൾ ഈ ഒരു ടൈം ലാപ്സിനകത്തും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുവരെ മുൻപത്തെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഫോണുകൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. നമുക്കിനി ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് നോക്കാം. സെൽഫി ക്യാമറ 5 മെഗാ പിക്സലാണ് വരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ലൈവായിട്ട് ഒരു ഫോട്ടോ സെൽഫി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഒറ്റ നോട്ടത്തിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോ തന്നെയാണ്. നമ്മൾ സൂം ചെയ്താലൊന്നും ഇതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഇപ്പോൾ ലോ ലൈറ്റിലായാലും അല്ലെങ്കിൽ വീടിനകത്തൊക്കെ നമ്മൾ എടുക്കുമ്പോഴായാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോൾ വീഡിയോ കോൺഫറൻസിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ കൂടി യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു സെൽഫി ക്യാമറ കൂടി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന് അത് നമുക്ക് സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണിന് അതായത് അല്ലെങ്കിൽ വിവോയുടെ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന പലർക്കും അറിയാത്തൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഐ മാനേജർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വരുന്നത്. അത് നമുക്ക് മറ്റു പല ഒപ്റ്റിമൈസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിനകത്ത് നടക്കുന്നുണ്ട്. ഐ മാനേജർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വിവോയുടെ ഫോണുകൾ ഉപയോഗിക്കുന്ന എല്ലാവരും ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. നമുക്ക് ഒറ്റ ക്ലിക്കിനകത്ത് ഫോണിൻ്റെ വൈറസ് കാര്യങ്ങൾ കയറിയിട്ടുണ്ടോ, അതുപോലെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ അൺനോൺ ഫയലുകൾ, അൺനോൺ ഡാറ്റകൾ, അധികം നമ്മൾ അറിയാത്ത ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു ഐ മാനേജറിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു വാട്സപ്പ് കയ്യിൽ നമുക്ക് ഓരോ മന്ത് വൈസ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കൂളിംഗ് എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്. നമുക്ക് ഫോൺ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ കൂൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നമുക്ക് ഐ മാനേജറിനകത്ത് കയറി കൂൾ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് ഈ ഒരു ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 36 ഡിഗ്രി ഹീറ്റിലാണ് ഇപ്പോഴും ഫോൺ വർക്ക് ചെയ്യുന്നത്. നോർമൽ ഹീറ്റിനേക്കാളും കുറവാണ്. അപ്പോൾ അതുപോലെ സ്പീഡ് ടെസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഐ മാനേജർ എന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വിവോയുടെ ഫോണുകൾ ഉപയോഗിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് ഓവറോളായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള അധികം ആപ്ലിക്കേഷനുകളൊന്നും കുത്തി നിറച്ച് വെച്ചിട്ടില്ല. എന്നാലും ഡെയിലി ഹണ്ട്, അതുപോലെ ഫോൺ പേ, മോജ്, ജിയോ പോലുള്ള കുറച്ച് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇതിനകത്തുണ്ട്. എന്നാൽ നമുക്കിത് ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് ഫുള്ളാവും എന്നൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്തരത്തിൽ അമർത്തി പിടിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫീച്ചറാണ്. പിന്നെ ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊബൈലാണ്. നമുക്കൊരു 8500 രൂപയ്ക്ക് താഴെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്ന നല്ലൊരു മൊബൈലാണ് Y1s എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.